നമസ്കാരം. നടൻ സന്തോഷ് നായരുടെ മരണം വല്ലാത്ത ഞെട്ടലാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും സിനിമാ ആസ്വാദകർക്കുമൊക്കെ നൽകിയത്. പത്തനംതിട്ട ഏനാത്ത് വെച്ചുണ്ടായ ദാരുണമായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിച്ചാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. സന്തോഷും ഭാര്യയും സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഭാര്യ ശുഭശ്രീക്കും ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. മലയാളത്തിന്റെ വിസ്മയതാരം മോഹൻലാലിന്റെ സിനിമാ പ്രവേശനം തൊട്ടുള്ള സഹയാത്രികനെയാണ് ഈ അപകടത്തിലൂടെ വെള്ളിത്തിരയ്ക്ക് നഷ്ടമായത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂവി വേൾഡ് എന്ന ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളാണ് പ്രേക്ഷകരെ ഇപ്പോൾ വല്ലാതെ നൊമ്പരപ്പിക്കുന്നത്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും ആയുസ് തീർന്നാൽ വീട്ടിലിരുന്നാലും മരിക്കാമെന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നത് ഒരു പ്രശ്നമായി താൻ കാണുന്നില്ലെന്നും അദ്ദേഹം അതിൽ പറയുന്നു. ഈ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നതും അതുപോലെ പ്രേക്ഷകരെ വേദനിപ്പിക്കുന്നതും. യുവജനോത്സവം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ മോഹൻലാൽ തെങ്ങിൽ നിന്ന് വീഴാൻ പോയ സംഭവത്തെക്കുറിച്ചും സന്തോഷ് നായർ ആ അഭിമുഖത്തിൽ വിവരിക്കുന്നുണ്ട്. 2 ഏണികൾ കൂട്ടിക്കെട്ടിയാണ് അന്ന് കയറിയിരുന്നത്. ഏണി ഒടിഞ്ഞപ്പോൾ പച്ചമടലിൽ തൂങ്ങി മോഹൻലാൽ സാഹസികമായി രക്ഷപ്പെടുകയായിരുന്നു. 1983 ഓമനിക്കാൻ ഓർമ്മ വെക്കാൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയുണ്ടായ പരിക്കിനെക്കുറിച്ചും അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഓമനിക്കാർ ഓർമ്മ വെക്കാൻ എന്ന ചിത്രത്തിനിടെ കാലിന് ഒരു അപകടം സംഭവിച്ചു. 1983 അത്. അന്ന് ഫൈറ്റിനിടെ വീണപ്പോൾ സ്ലിപ്പായി. അവിടെ വെച്ചൊരാൾ സെറ്റാക്കി തന്നത് അതുപോലെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അതൊന്ന് ഷെയ്ക്കായി ഇളകുന്നത്. ഇത്രയും കൊല്ലം ഇത് വെച്ച് തന്നെയാണ് ചെയ്തത്. ഓടാൻ പറഞ്ഞാൽ ഓടും, ചാടാൻ പറഞ്ഞാൽ ചാടും. ഇതിനിടയിൽ കാലിളകിയാൽ പിടിച്ചിടും. എല്ലാം ഇത് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളോടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നോ പറയില്ല. ഞങ്ങളുടെ ടൈമിൽ വന്നവരെല്ലാം ഇങ്ങനെയാണ്. കൈ പൊള്ളിയാൽ അയ്യോ എന്ന് വെക്കും. അത് റൂമിൽ ചെന്ന് മാത്രം. നമ്മളെ ഒരാൾ സിനിമയ്ക്കായി വിളിക്കുന്നു, ഇത്ര രൂപ വേണമെന്ന് പറയുന്നു, അത് അവർ തരാമെന്ന് പറയുന്നു. പിന്നെ അവർ ചോദിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ വെള്ളത്തിൽ ചാടും. ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കൈക്കും കാലിനും പരിക്കൊക്കെ ഉണ്ടാകും. സൈന്യം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ അയ്യോ ഇവിടെ എങ്ങനെ ചാടുമെന്ന് ഹാജ ചോദിച്ചിരുന്നു. ചാടുന്നവരൊക്കെയുണ്ട്. ചാടുന്ന ഒരുത്തനെ കാണിച്ചു തരാമെന്ന് ജോഷിയേട്ടൻ പറഞ്ഞു. കയ്യിൽ തോക്കൊക്കെയുണ്ട്. ഒരാളെയും കൊണ്ട് വേണം വെള്ളത്തിൽ ചാടാൻ. എടാ ഇത് ചെയ്തൂടെ എന്ന് ജോഷിയേട്ടൻ ചോദിച്ചപ്പോൾ ചെയ്യാം എന്നായിരുന്നു എൻ്റെ മറുപടി. നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നതെന്നായിരുന്നു ഹാജയുടെ ചോദ്യം. വെള്ളത്തിലല്ലേ ചാടുന്നതെന്നായിരുന്നു എൻ്റെ മറുപടി. ഇനി പാറയുടെ പുറത്താണെങ്കിലും ഞാൻ ചാടും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കാലിൻ്റെ വേദന വന്ന നിമിഷത്തെ ഞാൻ ഇതുവരെ പഴിച്ചിട്ടില്ല. അതൊക്കെ കൊണ്ടല്ലേ ഇവിടെ വരെ എത്തിയത്. ആ വേദനയ്ക്ക് ഇന്നൊരു സുഖമുണ്ട്. ഷൂട്ടിംഗ് എളുപ്പമാണെന്ന് പുറമെയുള്ളവർ പറയും. എൻ്റെ സുഹൃത്തുക്കൾ പോലും ഒരു പ്രാവശ്യമേ ലൊക്കേഷനിലേക്ക് വന്നിട്ടുള്ളൂ. കുറച്ച് നേരം നിന്നിട്ട് അവർ പോയി കളയും. വീണ്ടും ടേക്ക് എടുക്കുന്നതൊക്കെ അവർക്ക് ബോറിംഗ് ആണ്. നമ്മളത് എൻജോയ് ചെയ്യുകയാണ്. ഫൈറ്റിലാണെങ്കിൽ 5-10 പ്രാവശ്യം വീഴേണ്ടി വരും. ഇന്നാണെങ്കിൽ അപ്പുറത്തൊരാളുണ്ടെങ്കിൽ എറേസ് ചെയ്യാമെന്ന് പറയും. അങ്ങനെയല്ല, റീടേക്കേ ഉള്ളൂ. പണ്ടൊക്കെ കടലിലൊക്കെ ചാടുന്നത് കാണുമ്പോൾ എടാ നിനക്ക് നീന്തൽ അറിയില്ലല്ലോ, നീ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് വിജയരാഘവൻ എന്നോട് ചോദിക്കാറുണ്ട്. വെള്ളത്തിൽ വീണാൽ എടുത്ത് വെളിയിലിടില്ലേ പിന്നെന്താണെന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. ഞാൻ മരിച്ചു പോകണമെങ്കിൽ എൻ്റെ ആയുസ് തീർന്നിരിക്കണം. അതിനിപ്പോൾ ഞാൻ വീടിനകത്തിരുന്നാലും മതി. ഒരു ഫാൻ പൊട്ടി വീണാലും പോരെ. സമയം അവസാനിക്കാറായെങ്കിൽ അതായാലും പോരെ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയാൽ എന്താ പ്രശ്നം? നോ എന്നൊരു കാര്യം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരാൾ വന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നോ പറയാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കൊടുക്കും. ഇങ്ങനെയായിരുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. നടൻ മോഹൻലാലിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു സന്തോഷ് നായർ. 1982 PJ വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് നായർ അഭിനയ രംഗത്തേക്ക് എത്തിയത്. ശാന്തികൃഷ്ണ താമസം മാറുന്ന വീട്ടിലെ ചെറുപ്പക്കാരനായിട്ടാണ് അദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. മേരിലാൻഡ് സ്റ്റുഡിയോയുടെയും ഛായാഗ്രഹൻ S കുമാറിൻ്റെയും പിന്തുണയോടെ സിനിമാ ലോകത്ത് ചുവടുറപ്പിച്ചു. വില്ലനായും ഹാസ്യ നടനായും സഹനടനായും 100-ലധികം ചിത്രങ്ങളിലാണ് അദ്ദേഹം വേഷമിട്ടത്.